കണ്ണൂർ രൂപതയിൽ 8ാമത് അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിന് ഔദ്യോഗിക തുടക്കം. ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ദൈവകരുണയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് കണ്ണൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവ് അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിന് തുടർച്ചയായ 8ാം വർഷവും തുടക്കമിട്ട് കണ്ണൂർ രൂപത മുഖപത്രമായ കണ്ണും കണ്ണാടിയും ലിറ്റർജി കമ്മീഷനും നേതൃത്വം നൽകുന്ന അഖണ്ഡ കരുണക്കൊന്ത യജ്ഞം 2026 ഫെബ്രുവരി 18 വിഭൂതി ബുധനാഴ്ച രാവിലെ 6:30 രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ ഹോളി ട്രിനിറ്റിയിൽ നടന്ന വിഭൂതി തിരുക്കർമ്മങ്ങൾക്ക് ശേഷമാണ് ദൈവകരുണയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ട് കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പിതാവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. രൂപതയിലെ 5000-ലധികം വരുന്ന വിശ്വാസികളെയും വിഭൂതി ബുധൻ മുതൽ കരുണയുടെ തിരുനാൾ ദിനം വരെയുള്ള 1296 മണിക്കൂർ, അതായത് 56 ദിനങ്ങൾ ഇടമുറിയാതെ ഓരോ 15 മിനിറ്റിലും അഖണ്ഡ കരുണക്കൊന്ത യജ്ഞത്തിൽ പങ്കാളികളാക്കി ദൈവജനത്തെ കൂടുതൽ കർമ്മോത്സുകരാക്കുകയാണ് ലക്ഷ്യം. പ്രത്യേകമായ 14 പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായാണ് യജ്ഞമെങ്കിലും പങ്കെടുക്കുന്ന ദൈവജനത്തിന് വ്യക്തിപരമായ നിയോഗങ്ങളും അഖണ്ഡ കരുണക്കൊന്തയിൽ ഉൾപ്പെടുത്താമെന്നും രൂപതാവൃത്തം അറിയിച്ചു. ഷെഖേന ന്യൂസ്, കണ്ണൂർ.